സ്വരാജിന്റെ ഒരു പുസ്തകം എന്നുള്ള കൗതുകത്തിനാണ് അത് വാങ്ങുന്നത്. വാങ്ങി ഫസ്റ്റ് പേജിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് പരിചിതമായ ഒരു പൂവ്. ആ പൂവിന് ഞങ്ങളുടെ അവിടെ പോത്തോട്ട പൂവ് എന്നാ പറയാ. തുലാമാസം 1-ാം തീയതി ഞങ്ങളുടെ അവിടെ പോത്തോട്ടം ഉണ്ടാവും. അതിന് യൂസ് ചെയ്യണതാണ് ഈ പൂവ്. നമ്മളിതിനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഒറിജിനൽ പേര് എന്തായിരിക്കും. നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. പോത്തോട്ട പൂവ് അത്ര അതിൽ അവസാനിപ്പിച്ചു നമ്മൾ. പിന്നെ ഈ പുസ്തകത്തിൽ നിന്നാണ് ഇതിനൊരു മേന്തോന്നി എന്നുള്ളൊരു പേരുണ്ടെന്നുള്ളതും ഇത് ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ അവിടെ വന്നിട്ടുള്ളത്, ഇതിനൊരു കാർഷിക മൂല്യം ഉണ്ടെന്നുള്ളതൊക്കെ അറിയണത്. അപ്പൊ കൗതുക ഇതിലെന്തായിരിക്കും മറ്റു പൂക്കളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. പോപ്പി പൂവിനെ പറ്റി കറുപ്പ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതിന്റെ ബാഡ് എഫക്റ്റും നല്ല വശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കണത് ഒരു പൂവ്, അതിലിത്ര മനോഹരമായ ഒരു പൂവ് ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. കറുത്ത പൂവ് ഇല്ല എന്നുള്ള ധാരണയാണ്, അതും ഉണ്ടെന്നാണ് ഈ പുസ്തകത്തിൽ പറയണത്. പച്ചപ്പൂവ്, അത് എന്താ പറയാ, അതിന് എങ്ങനെ ഒരു നെഗറ്റീവ് വശം പച്ചപ്പൂവിന് വന്നു, പച്ചപ്പൂവ് എന്തുകൊണ്ടാണ് ആരും യൂസ് ചെയ്യാത്തത്, അതൊക്കെ ഈ പുസ്തകത്തിൽ പൂക്കൾക്കൊരു ചരിത്രമുണ്ട്. പൂക്കളിൽ നമ്മൾ വെറുതെ കണ്ട് ഭംഗി ആസ്വദിച്ച് പിച്ചി ചീന്തി കളയാനുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നത് പൂക്കളുടെ പുസ്തകം തന്നെയാണ്. അത് എല്ലാവരും വായിക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൂടിയുണ്ട്. സ്വരാജിന്റെ പുസ്തകം ആയതുകൊണ്ടല്ല, നമുക്ക് അതിൽ നിന്ന് ഒത്തിരി അറിവുകൾ കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.